ഇടുക്കിയുടെ മലയോര മേഖലയിൽ വോളിബോൾ മത്സരങ്ങൾ ആവേശം നിറയ്ക്കുന്നുവെന്ന് വാർത്ത ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. വേനലവധി തുടങ്ങിയതോടെ മൈതാനങ്ങളിൽ ഇടിവെട്ട് സ്മാഷുകളാണ് കാണികളെ ഇപ്പോൾ ആവേശഭരിതരാക്കുന്നത്. ആർപ്പും ആരവുമായി കാണികൾ നിറഞ്ഞ മൈതാനം. വോളിബോൾ മത്സരം എന്നും ഇടുക്കിക്കാർക്ക് ആവേശമാണ്. പണ്ട് പകല് മുഴുവൻ പണിയെടുത്തു മടുത്ത ആളുകൾ വൈകുന്നേരം ഇടുക്കിയിലെ സിറ്റികളിൽ ഒത്തുകൂടുമായിരുന്നു. സിറ്റിയോട് ചേർന്ന് ചെറുമൈതാനങ്ങളുണ്ടാവും. അവിടെയാണ് കർഷകരുടെ കായിക വിനോദം ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിയിരുന്നത്. പാലായിൽ നിന്നും പണ്ണങ്ങാനത്തു നിന്നും ആദ്യകാലത്ത് 40കളിലും 50കളിലും ഇവിടെ കുടിയേറിയ കർഷകർ വൈകിട്ട് 5 മണിക്ക് ശേഷം സ്വന്തം പറമ്പിലെ അധ്വാനത്തിന് ശേഷം മാർച്ച് മാസം കഴിയുമ്പോൾ വരണ്ട പാടങ്ങളും അവനവൻ്റെ സ്വന്തം ഭൂമിയിലെ ചില ഏരിയകളും ഒരു കോർട്ടുകളാക്കി അവിടെ വോളിബോൾ കളിച്ച് അവർ ഏതാണ്ട് ഇരുട്ടുന്നവരെയും അവർ പരസ്പരം സുഹൃത്ത് ബന്ധം പങ്കിടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. 90കളുടെ അവസാനത്തോടെ ഇടുക്കിയിൽ വോളിബോൾ ചെറിയൊരു ഇടവേളയെടുത്തു. ഇപ്പോൾ വർദ്ധിത വീര്യത്തോടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ക്രിക്കറ്റും ഫുട്ബോളും കളം നിറഞ്ഞ ഹൈറേഞ്ചിലെ മൈതാനങ്ങളിലേക്ക് വോളിബോളിന്റെ തിരിച്ചുവരവ് അത്ര എളുപ്പമായിരുന്നില്ല. വോളിബോളിനെ അത്രയ്ക്ക് സ്നേഹിച്ച് ആണ് മുന്നോട്ട് പോകുന്നത്. കളിയോടുള്ള ഇഷ്ടം അപ്പോൾ നമ്മളെ സംബന്ധിച്ച് മറ്റ് യുവാക്കൾക്ക് ഒരു പ്രചോദനമാണ്. ഇപ്പോഴും ചോരാതെ നിൽക്കുന്നത് ഇത് രാജാക്കാട് തന്നെ ഈ സ്റ്റേഡിയവും ഈ വോളിബോൾ വൻ ടൂർണമെന്റ് തന്നെ അതിന്റെ പ്രചോദനമാണല്ലോ. പഴയ തലമുറയിലെ വോളിബോൾ താരങ്ങൾ ഇന്നത്തെ കാണികളാണ്. മത്സരങ്ങൾ ക്ലബ്ബുകൾ ഏറ്റെടുത്തതോടെ കേരളത്തിന് പുറത്തുനിന്ന് വില കൊടുത്തു കൊണ്ടുവരുന്ന പുതിയ താരങ്ങളാണ് കേമന്മാർ. വലിയ സമ്മാനത്തുകയേക്കാൾ നിഷ്കളങ്കമായ ആഹ്ലാദവും ആവേശവുമാണ് പുതിയ താരങ്ങളെ ഇടുക്കിയിലേക്ക് മല കയറാൻ പ്രേരിപ്പിക്കുന്നത്. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.